SSF മുക്കം ഡിവിഷന്റെ സാഹിത്യോത്സവം 33ാമത്തെ എഡിഷൻ സാഹിത്യോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴംപറമ്പിൽ വെച്ച്. വളരെ മനോഹരമായി 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സാഹിത്യോത്സവം ഇത്തവണത്തെ? സാഹിത്യോത്സവം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 9ഓളം വേദികളിലായിട്ട് നല്ലൊരു മത്സരം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓഫ് സ്റ്റേജ് എനിക്ക് തോന്നുന്നത് 4 മുതൽ 9 വരെ ഓഫ് സ്റ്റേജുകളാണ്. എല്ലാ ഓഫ് സ്റ്റേജുകളിലും അവസാന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പ്രധാന വേദിയിൽ ഇനി 2-3 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ നിലവാരം സാഹിത്യോത്സവം? നല്ലൊരു നിലവാരം തന്നെയാണ് സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾ നല്ല ആവേശത്തിലാണ്. ഇന്നിപ്പോ ഏതാനും സമയം കൂടെ കഴിഞ്ഞാൽ സമാപനം കുറിക്കാന്ന്. ഇത്തവണത്തെ ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ പ്രത്യേകത, ഇത്തവണത്തെ ഡിവിഷൻ സാഹിത്യോത്സവ് മോഗിംഗ് ദി മീഡിയോക്കർ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് കാഴ്ചവെച്ചത്. ഈ പ്രമേയം ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മളെ ആൽഫ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നമ്മളെ 2010 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അവരെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ടവരല്ല, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നൊക്കെ തുടങ്ങി അങ്ങനെ രീതി. അപ്പൊ ആൽഫ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആൽഫ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ പൊതുവായൊരു കാഴ്ചപ്പാടുണ്ട്. പൊതുവായിട്ട് ഈ ആൽഫ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര അഹങ്കാരികള്, അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് പൊതുവെ എല്ലാവർക്കും. സമൂഹമായിട്ട് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ശരിക്കും ആൽഫ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളൊക്കെ അടിച്ചൊക്കെ മനസ്സിലാവും. ആൽഫ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കഴിവുകൾ ഒരുപാടുള്ള ആളുകളാണ്. അവർക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള എന്താണ് ഔട്ട്റീച്ച് നല്ലോണം ഉണ്ട്. ആളുകളുടെ തെറ്റിദ്ധാരണയാണ് പലപ്പോഴും. അതെ, തെറ്റിദ്ധാരണകൾ, അതായത് പണ്ടത്തെ പോലെ അല്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളത്. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ഈ ആൽഫ സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഉയർന്ന ധാർമ്മിക ബോധമുള്ള ആളുകൾ കൂടിയാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആളുകളെ ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരിക കൂടിയാണ് സാഹിത്യോത്സവം. തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരു പ്രമേയം മുന്നോട്ട് വെച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സമൂഹത്തിന് ആ രീതിയിലൊരു സന്ദേശം കൊടുക്കുന്ന പ്രമേയമാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം.